സോ ഹലോ ഗൈസ്, എല്ലാവർക്കും ലിജൂസ് ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഹോളോഗ്രാമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഹോളോഗ്രാം എന്ന് വെച്ചാൽ ഒരു സ്ക്രീനിനല്ലാതെ നമുക്ക് എയറിൽ ഇങ്ങനെ ഓരോരോ ഇമേജസ് വരുത്തിക്കാൻ പറ്റുന്നതാണ്. ന്യൂജൻ ടെക്നോളജി ഉപയോഗിച്ച് പല രീതിയിലും ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. അതും ഒരു അക്രലിക് ഷീറ്റായ ഒരു ഗ്ലാസ് ഷീറ്റ് കൊണ്ടും പിന്നെ കുറച്ച് ടാപ്പ് കൊണ്ടും നമുക്ക് എങ്ങനെ അത് ചെയ്തെടുക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമായിട്ട് നമ്മളൊരു അക്രലിക്കിൻ്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഷീറ്റാണ്. ഇനി നമുക്കിത് കുറച്ച് ചെറിയ പീസുകളായി മുറിക്കണം. ഏതാണ്ട് ഒരു 6 സെൻറ്റിമീറ്റർ വീതിയിൽ നമുക്കൊന്ന് കുറച്ച് മുറിച്ച് കൊടുക്കാം. ഇതേപോലെ നമുക്കൊരു 4 പീസും കൂടി മുറിച്ചെടുക്കാം. നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മളുടെ ഈ അക്രലിക് ഷീറ്റിൽ നമുക്കൊരു ഷേപ്പ് വരച്ചെടുക്കണം. അത് നമ്മൾ 4 പീസിൽ വരച്ചെടുത്ത് നമുക്കൊരു കോണിക്കൽ ഷേപ്പായിട്ട് നമുക്കത് കിട്ടും. അതുമല്ലുണ്ടാകുന്ന റിഫ്ലക്ഷൻ മുഖേനയാണ് നമുക്ക് ഇത് ഒരു ഹോളോഗ്രാം രൂപത്തിൽ. അടുത്തതായി നമുക്ക് നമ്മുടെ ഈ അക്രലിക് ഷീറ്റിൽ ഒരു ഷേപ്പ് വരച്ചെടുക്കണം. അത് ഏതാണ്ട് ഇതേപോലുള്ളൊരു ഷേപ്പാണ്. സോ ഇതേപോലുള്ള ഒരു 4 ഷേപ്പ് നമുക്ക് ഇതിന് വരുമ്പോൾ ഇതൊരു 3 ഡയമെൻഷനിലേക്ക് മാറും. സോ നമ്മൾ ഇവിടെ ഒരു മൊബൈൽ ഫോൺ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ സ്ക്രീനിൽ നിന്ന് വരുന്ന ലൈറ്റിൻ്റെ ഇമേജസ് നമുക്ക് ഈ അക്രലിക് ഷീറ്റ് തട്ടുകയും അത് ഇവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അതൊരു ഹോളോഗ്രാം പോലെ നമുക്ക് ഇവിടെ അതിൻ്റെ ചിത്രം വരുന്നതാണ്. അപ്പോൾ നമുക്കതൊരു ഹോളോഗ്രാമായി മാറ്റാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായി നമുക്ക് ആദ്യം തന്നെ ഈ ഷേപ്പ് നമുക്ക് നമ്മുടെ അക്രലിക് ഷീറ്റുകളിൽ വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മളിത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെട്ടിയെടുക്കാം. വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ തന്നെ നമ്മൾ 4 പീസുകളിൽ അത് വെട്ടിയെടുക്കാം. നമ്മൾ 4 പീസും വെട്ടിയെടുത്തിട്ടുണ്ട്. കറക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഷേപ്പിൽ തന്നെയാണ് വെട്ടിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഇതേപോലൊരു ക്ലിയർ ആയിട്ടുള്ള സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് കൂട്ടി ഒട്ടിക്കേണ്ടതാണ്. നമ്മൾ ആദ്യം തന്നെ ഈ ഷേപ്പിൽ നമ്മളിത് അറേഞ്ച് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ 2 എൻഡും കൂടി ഒരുമിച്ച് സെല്ലോ ടേപ്പ് അടിച്ചാൽ മതി. അതിന് നമുക്ക് മെല്ലെ സെല്ലോ ടേപ്പ് കൊടുത്ത് തുടങ്ങാം. ഇനി നമുക്കിത് എക്സസ് വരുന്നതെല്ലാം കട്ട് ചെയ്ത് കളയാം. ബാക്കിയുള്ളത് നമുക്ക് അവസാനം ക്ലീൻ ചെയ്യാം. കറക്റ്റ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് അവസാനത്തെ പീസും കൂടി ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് അവസാനത്തെ പീസും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ എക്സസ് വരുന്നതെല്ലാം കട്ട് ചെയ്ത് കളയാം.
അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് നമുക്ക് ഏതാണ്ട് ഒരു ഇതേപോലത്തെ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഇതേപോലൊരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഒരു സ്ക്രീനിൻ്റെ മേലെ വെക്കണം. അത് മൊബൈൽ ഫോണോ നമുക്ക് ടാബ്ലറ്റിൻ്റെ അതോ ഏതായാലും ഇല്ല. നമുക്ക് ടാബ്ലറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതിൻ്റെ സൈസ് കൂട്ടാവുന്നതാണ്. ഇത് നമുക്ക് എത്ര വലുത് വേണേൽ ഉണ്ടാക്കാവുന്നതാണ്. സോ അപ്പം നമ്മളെ സിമ്പിളായിട്ടുള്ള ഹോളോഗ്രാമിൻ്റെ മേക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇത് ഏറ്റവും ചീപ്പായിട്ടുള്ളൊരു വേ ആണ് നമുക്ക് ഹോളോഗ്രാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഒന്ന് ടെസ്റ്റ് നമ്മളിത് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഫോൺ എടുത്തിട്ട് അതിൽ ഹോളോഗ്രാം വീഡിയോസ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരേ ഇമേജ് തന്നെ 4 ആയിട്ടുള്ള വീഡിയോസ് കാണാൻ പറ്റും. അത് നമുക്ക് ഈ ടൈപ്പ് ഹോളോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ നമ്മൾ അതിൽ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് നമ്മൾ അതിൽ ഏതെങ്കിലും ഒന്ന് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു സെൻറ്റർ ഉണ്ടാവും. ഈ 4 ഇമേജും വരുന്ന ഒരു സെൻറ്ററിലേക്ക് നമുക്ക് നമ്മളുടെ ഈ ഹോളോഗ്രാമിൻ്റെ ഈ ഉപകരണം എടുത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് നമുക്കത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് കാണാം. സോ നമ്മളത് ഓണാക്കുകയാണ്. അപ്പോൾ ഈ നമ്മളുടെ ഹോളോഗ്രാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടല്ലേ. നമുക്ക് എയറിൽ ഇങ്ങനെ ഇതേപോലെ ഒരു പിക്ചേഴ്സ് വരുന്നതാണ്. അത് നമ്മൾ വെച്ചിട്ടുള്ള ആ സ്ട്രക്ചർ ഇത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് വരുന്നതാണ്. നമുക്കത് കറക്റ്റ് ഒരു ഇമേജ് ആയിട്ട് തന്നെ കിട്ടും. ഇത് വലിയ രീതിയിലൊക്കെ നമുക്ക് സിനിമ വരെ കാണാൻ പറ്റിയ ഐറ്റംസാണ്. നമുക്ക് ഇത് നല്ല ക്ലിയറിൽ തന്നെ കിട്ടുന്നതാണ്. നമ്മൾ ഈ യൂസ് ചെയ്യുന്ന ഷീറ്റിനനുസരിച്ച് അക്രലിക് ഷീറ്റ് നല്ല ക്ലിയർ ഉള്ളതാണെങ്കിൽ നമുക്ക് ട്രാൻസ്പാരൻ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. നമുക്ക് കറക്റ്റ് എയറിൽ നിൽക്കുന്നതിനോട്ട് തന്നെ നമുക്ക് തോന്നും. ഇതിപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ഹോളോഗ്രാം വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതുകൊണ്ട് അത് നമുക്ക് ഫുൾ ബ്രൈറ്റ്നസ്സിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടുന്നതാണ്.